പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, ചില സമയം നമ്മുടെ ജീവിതം വളരെ ഹാർഡായിട്ട് നമുക്ക് തോന്നും. ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്നിരിക്കും. ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു ഇരിക്കും. പാൻഡമിക്സ് ഓർക്കുന്നോ? കോവിഡ് അപ്രതീക്ഷിതമായി കടന്നു വന്ന്, പിന്നെ ചില ബന്ധങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിയറിനെസ് കൊണ്ടുവരും. അത് നമ്മൾ ടയേർഡാകും, നമ്മൾ എക്സോസ്റ്റഡ് ആകും കേട്ടോ. അങ്ങനെ വരുന്ന ആ ക്ഷീണം കഫീനോ എൻഡോർഫിൻസിനോ ഒന്നും ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഓർക്കും, ഞാൻ പണ്ടൊക്കെ യാത്ര ചെയ്തിങ്ങനെ വരുമ്പോൾ, ക്ഷീണിച്ച് വരുമ്പോൾ ഒരു കോഫി മഗ് നിറച്ച് നല്ല ഒരു നെസ്കഫേ കാപ്പി കുടിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ക്ഷീണം മാറുമായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, സോൾ വിയർനെസ്സും ഉണ്ട്. എന്നാൽ നമ്മുടെ സോള് എങ്ങനെ നമുക്ക് നറിഷ് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്പിരിറ്റിനെ എങ്ങനെ നമുക്കൊന്ന് റിന്യൂ ചെയ്യാൻ പറ്റും? നമ്മുടെ ഹൃദയത്തെ എങ്ങനെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും? ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 23:2-3 വാക്യങ്ങൾ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ കുറേ നേരം യേശു കർത്താവിൻ്റെ അടുക്കൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും, ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നമ്മുടേത് ഡീപ്പായിട്ട് വരുമ്പോൾ അതൊരു സ്ട്രെസ് ഫ്രീ ലൈഫാണെന്ന്, അല്ലേ? പ്രൈസ് ഗോഡ്. ദൈവത്തെയും ദൈവത്തിൻ്റെ പ്ലാനിനെയും ഗ്രഹിക്കുമ്പോൾ, യേശു കർത്താവിനെയും അവൻ്റെ ഹൃദയത്തെയും നാം കൂടുതൽ ഗ്രഹിച്ചറിയുമ്പോൾ നമ്മൾ എത്ര ടെൻഷനില്ലാത്തവരായിട്ട് നമുക്ക് നടക്കാൻ പറ്റും, കഴിയും, അല്ലേ? അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ദൈവപൈതലെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കാമോ? ശത്രു എന്തെല്ലാം അതിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും, നമ്മളെ ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ നോക്കിയാലും അകന്നു പോകരുതേ. അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാം. എന്നാൽ അടുപ്പിച്ച് ഓരോ അറ്റാക്സ് ശത്രുവിൽ നിന്നുള്ളതും ഈ പരീക്ഷകളും ഒക്കെ വരുമ്പോൾ, പരിശോധനകളും ഒക്കെ വരുമ്പോൾ നാം തളർന്നു പോകാറുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടണം, റെസ്റ്റ് കിട്ടണം, ഭക്ഷണവും കിട്ടണം, അല്ലേ? എന്നാൽ അതുകൊണ്ടൊന്നും നമ്മുടെ വിയർനെസ് ചിലപ്പോൾ മാറി പോകത്തില്ല. പ്രൈസ് ഗോഡ്. അത് നമ്മുടെ ഹൃദയാന്തർഭാഗത്തേക്ക്, നമ്മുടെ സോളിലേക്ക്, നമ്മുടെ പ്രാണനിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന ചില ക്ഷീണമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയം സോറായിരിക്കും മക്കളെ. നമ്മുടെ ഹൃദയം വിങ്ങുകയായിരിക്കും, അല്ലേ? നമ്മുടെ അസ്ഥികൾ തളരുകയായിരിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, ഏതെല്ലാം വിധ ക്ഷീണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ ഹൃദയാന്തർഭാഗം ഒന്നും യേശു കർത്താവിന് മറഞ്ഞല്ല ഇരിക്കുന്നത്. യേശു കർത്താവിന് സകലതും കാണാം. അവൻ കാണുന്നുണ്ട്. അവന് നമ്മുടെ ക്ഷീണവും നമ്മുടെ ചില സംശയങ്ങൾ മനസ്സിലേക്ക് ഉദിച്ചു വരുന്നതും നമ്മുടെ വേദനയും എല്ലാം അവന് അറിയാൻ പറ്റും. അവിടെ അവൻ കടന്നു വന്ന് അവൻ്റെ കൃപ നമുക്ക് തരും. നമ്മൾ ബ്രോക്കൺ ഹാർട്ടഡായിട്ട് വരുമ്പോൾ, ആത്മാവിൽ നാം ക്രഷ്ഡായിട്ട് തീരുമ്പോൾ നമ്മുടെ യേശു കർത്താവ് അവിടെയുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തെ റിസ്റ്റോർ ചെയ്ത് നമ്മെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ. പ്രൈസ് ഗോഡ്. ഒരിക്കലും നമ്മുടെ വേദനയോ നമ്മുടെ ആ നിരാശയോ യേശു കർത്താവിനെ നമ്മിൽ നിന്ന് അകറ്റത്തില്ല. അവനൊരിക്കലും നമ്മിൽ നിന്ന് ടേൺ അവേ ചെയ്യത്തില്ല. നമ്മൾ തളർന്നിരിക്കുമ്പോൾ പോലും അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. അവൻ്റെ കൈകൾ അവൻ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുമായിരിക്കും. അവൻ്റെ ആംസ് അവൻ ഓപ്പണപ്പായിട്ട് കീപ്പ് ചെയ്തിരിക്കുമായിരിക്കും. എന്തിനാ? നമുക്ക് ഓടിച്ചെന്ന് അവൻ്റെ മാറോട് അണയാൻ. നമ്മുടെ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ അവൻ നമ്മോടൊപ്പം ഇരിക്കും. അവൻ നമ്മുടെ സോളിനെ യഥാസ്ഥാനപ്പെടുത്തും. നമ്മളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് കൊണ്ടുപോകും. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തും. അവൻ നമ്മെ ചേർത്ത് പിടിച്ച് അവൻ്റെ സമാധാനം നമ്മിലേക്ക് ഒഴുകും. ദൈവപൈതലേ, പക്ഷേ നാം അവൻ്റെ പുറകെ ഓടിച്ചെല്ലണം കേട്ടോ. അവൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം. അപ്പോൾ അവൻ തൻ്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുക്കിവിടും. അവൻ തൻ്റെ സമാധാനം നമ്മിലേക്ക് ഒഴുക്കിവിടും. അവൻ തൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുക്കിവിടും.
അപ്പോൾ അങ്ങനെ നാം ചെയ്യുമ്പോൾ, അതായത് നാം അവനിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ, അവൻ നമ്മെ സ്നേഹിക്കാൻ അനുവദിക്കുമ്പോൾ, നമ്മുടെ ക്ഷീണിച്ച പ്രാണനുണ്ടല്ലോ അത് പുതുതാക്കപ്പെടും, അത് ബലപ്പെടും. എന്നിട്ട് എന്താണ് അടുത്തത് ഇനി ചെയ്യേണ്ടതെന്നുള്ളതിന് വേണ്ടി നമ്മെ ഒരുക്കി പ്രാപ്തരാക്കി തീർക്കും. സങ്കീർത്തനം 121 1, 2, സാം 121 വേഴ്സസ് 1 and 2. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തിലെ ഇവിടെ സംഘടനക്കാരൻ ചോദിക്കുക, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാവീദ് രാജാവ് പറയുക, താൻ തൻ്റെ കണ്ണ് ഉയരങ്ങളിലേക്ക് ഉയർത്തുകയാണ്, പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയ. നമുക്കറിയാം യേശു കർത്താവ് പർവ്വതങ്ങളിലല്ല വസിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് താൻ കഷ്ടതയിലായപ്പോൾ താൻ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നത്? ഞാൻ പറയട്ടെ കുഞ്ഞേ, ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ അവൻ രാജാവ് ആയിരുന്നു എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതെ. പക്ഷേ അതിനു മുമ്പ് അവൻ രാജാവായ ശൗലിൽ നിന്ന് ഓടി ഒളിച്ച് നടന്നിരുന്ന ഒരു പർവ്വത നിരകളൊക്കെ ഉണ്ട്. ദോസ് വെരി ഹൈ മൗണ്ടൻസ്. അവിടെ എങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് എനിക്കറിയാൻ മേലാതെ താൻ നിന്ന് കർത്താവിനെ അവിടെയൊക്കെ ജീവിപ്പിച്ച് നിർത്തി. ഈ മൗണ്ടൻസൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള, വെല്ലുവിളിക്കുന്ന, ഭയപ്പെടുത്തുന്ന, തളർത്തുന്ന, ഫ്രസ്ട്രേറ്റിംഗ് ലൈഫ് ടൈംസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യത്തെയാണ് ഈ മൗണ്ടൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ എന്തിനാണ് ദാവീദ് അങ്ങനെയുള്ള അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, ആ മൗണ്ടനിൽ വെച്ചാണ്, അതുപോലെയുള്ള പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ വെച്ച ദൈവത്തിൻ്റെ ഹൃദയം എന്തെന്ന് ദാവീദ് മനസ്സിലാക്കിയെടുത്തത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവമാണ്, നമ്മെ നടത്തുന്ന ദൈവമാണെന്ന്, നമുക്ക് ഷെൽട്ടർ തന്ന് നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. അതുപോലെ നമ്മെ എൻകറേജ് ചെയ്യുന്ന, ഒരിക്കലും നിരുത്സാഹപ്പെടുത്താത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്നൊക്കെ ദാവീദ് മനസ്സിലാക്കിയത് താൻ ഇതുപോലെയുള്ള മൗണ്ടൻ എക്സ്പീരിയൻസിൽ വന്നപ്പോഴാണ്. അവിടെ അവന് സംരക്ഷണം കിട്ടി, അവിടെ അവന് ഷെൽട്ടർ കിട്ടി, സേഫ്റ്റി കിട്ടി. ഞാൻ 27-ാമത്തെ സങ്കീർത്തനം നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സങ്കീർത്തനം 27-5, അടുത്ത ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാവീദ് രാജാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നാം പുറകോട്ടേക്ക് നോക്കി കഴിഞ്ഞ കാലങ്ങളിലെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഒന്ന് ഓർക്കണം. കുഞ്ഞേ, നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്? നിൻ്റെ എല്ലാ ദീർഘശ്വാസവും കൂടെ കൂട്ടി വെച്ചാൽ ഹല്ലേലൂയ ഒരു മുറി നിറയുമല്ലേ? പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണമേ, ഈ ഗ്ലോബൽ പാൻഡമിക് വന്നല്ലോ. എത്ര വർഷം നമ്മളെല്ലാവരെയും അകന്ന് ഈ ലോകത്തിൽ ജീവിച്ചു. എത്ര പേര് മരിക്കുന്നത് നാം കേട്ടു കോവിഡിൻ്റെ സമയത്ത്, അല്ലേ? നമ്മൾ ഓർത്തു നമ്മളിങ്ങനെ അറ്റത്തായി ജീവിതത്തിൻ്റെ എന്ന്. പക്ഷെങ്കിൽ നാളെ എന്താകുമെന്നറിയാതെ ഇരുന്നപ്പോഴും കർത്താവ് നമ്മെ സൂക്ഷിച്ചില്ലേ? ദൈവപൈതലേ, നമ്മെ സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം, നമ്മെ കരുതുന്നവനാണ് ദൈവം. നീ തളർന്നു പോകരുതേ, ഒരിക്കലും ഡിസ്കറേജ്ഡായി പോകരുതേ. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ദാവീദ് രാജാവ് അനേക സങ്കീർത്തനങ്ങൾ എഴുതിയപ്പോഴൊക്കെ ആ സങ്കീർത്തനത്തിൽ കൂടെ താൻ അനുഭവിച്ച വലിയ സത്യങ്ങൾ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ ഈ നാളിൽ ഭാരം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ ആ ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കുക. ഓരോ വാക്യങ്ങൾ വൺ ആഫ്റ്റർ അനദർ വായിക്കുക. ഓരോ വാക്യവും റിപ്പീറ്റ് ചെയ്ത്, ഓരോ വാക്യവും കുഞ്ഞെ നീ നിൻ്റെ പ്രാർത്ഥനയാക്കി ഒന്ന് മാറ്റിക്കേ. നിൻ്റെ ക്ഷീണം മാറുന്നത് നിനക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹാർഡ് ടൈംസ് എപ്പോഴും വരും, വലിയ പർവ്വതം പോലെ നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ ആ സമയത്ത് തിരിഞ്ഞു നോക്കി കഴിഞ്ഞ കാലങ്ങളിൽ നീ അനുഭവിച്ച ആ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ എൻ്റെ ദൈവം സഹായിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങളെ താങ്ങി, നീ ഞങ്ങളെ സഹായിച്ചു, നീ ഞങ്ങളെ വിടുവിച്ചു, നീ ഞങ്ങളെ വഴി നടത്തി. നന്ദി അപ്പാ,
നന്ദി. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നടത്തിയപ്പോഴൊക്കെയും ഞങ്ങൾ അനുഭവിച്ച വലിയ സമാധാനം ഈ നാളിൽ അനുഭവിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിച്ച് മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.